അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. വെൽക്കം ടു ഷനുഫ വേർഡ്. ഇസ്മാഹിൽ നബി അലൈഹിസ്സലാമിൻ്റെ ചരിത്രയുടെ 4-ാം ഭാഗം ആരംഭിക്കുന്നു. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാഹുവിൻ്റെ പരീക്ഷണത്താൽ വിജയിച്ചു. ജിബ്രീൽ നബി അലൈഹിസ്സലാം കടന്നു വരികയാണ്. കൂടെ തടിച്ചു നിൽക്കുന്ന ആട്. ആടിനെയാണ് അവർ പകരം ഖുർബാൻ നടത്തേണ്ടത്. മാംസം എല്ലാവരിലേക്കും എത്തി. ആടിനെ കൊമ്പിനെ സൂക്ഷിക്കപ്പെട്ടു. വിശുദ്ധ ഖുർആനിൽ സൂറത്തു സ്വാഫാത്തിൽ 37-ാമത്തെ അധ്യായത്തിൽ 103-ാം വചനം മുതൽ 110-ാം വചനം വരെ അല്ലാഹു തആല ഈ സംഭവം പറയുന്നുണ്ട്. ലോക മുസ്ലിമീങ്ങൾക്ക് കൊല്ലത്തിൽ 2 പെരുന്നാൾ ആകാംക്ഷിക്കുന്നു. ചെറിയ പെരുന്നാൾ, വലിയ പെരുന്നാൾ. വലിയ പെരുന്നാൾ ബലിപ്പെരുന്നാൾ എന്ന് വിളിക്കുന്നു. അന്ന് മുസ്ലിംകൾ മൃഗത്തെ ബലിയർപ്പിക്കുന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആടിനെ അറുക്കുമ്പോൾ ജിബ്രീൽ നബി അലൈഹിസ്സലാം തക്ബീർ ചൊല്ലി. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇപ്രകാരം ചൊല്ലി: ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ പ്രിയപുത്രൻ ഇപ്രകാരം മറുപടി ചൊല്ലി: അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഇസ്മാഹിൽ നബി അലൈഹിസ്സലാം നല്ല ആരോഗ്യവനായി തന്നെ വളർന്നു. 14-ാം വയസ്സാകുമ്പോൾ തന്നെ മോൻ ശക്തനായ യുവാവായി. സഹദുബിന് ഉസാമ എന്നാൽ അദ്ദേഹത്തിൻ്റെ ഒരു മകളുണ്ട്, ഉമാരത്ത്. ഇസ്മാഹിലിനെ കുറിച്ച് സഹദുബിന് ഉസാമക്ക് നല്ല അഭിപ്രായമാണ്. നല്ല സ്വഭാവം, നല്ല സംസാരം, നല്ല ആരോഗ്യമുള്ള ചെറുപ്പക്കാരൻ. ഇസ്മാഹിൽ നബി അലൈഹിസ്സലാം തൻ്റെ മോൾക്ക് ഭർത്താവായി കിട്ടിയാൽ കൊള്ളാം. മോളോട് വാപ്പ വിവരം പറഞ്ഞു. അവൾക്ക് വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷേ വാപ്പാക്ക് നിർബന്ധം. വാപ്പ നിർബന്ധിച്ചു. ഒടുവിൽ സമ്മതിക്കേണ്ടി വന്നു. മനസ്സിൽ സമ്മതം. വേണ്ടപ്പെട്ടവരെല്ലാവരെയും ക്ഷണിച്ചു വരുത്തി. ആഹാരം നൽകി. ആചാരപ്രകാരം തന്നെ വിവാഹം നടത്തി. ഉമ്മയും മകനും മാത്രമുണ്ടായ ലോകത്തിലേക്ക് ഉമാരത്തിത കടന്നു വരികയാണ്. പൊരുത്തക്കേടുകൾ നിറഞ്ഞതായിരുന്നു ആ ജീവിതം. ഭർത്താവ് ഭാര്യയെ നന്നായി സ്നേഹിച്ചു. പക്ഷേ ഭാര്യയ്ക്ക് അതേ അളവിൽ സ്നേഹം തിരിച്ചു കൊടുക്കാനായില്ല. ഒരു നാൾ ആ വീട്ടിലേക്ക് ഒരു വൃദ്ധനായ ആളെത്തി. അയാൾ ചോദിച്ചു: നീ ഇസ്മാഹിലിൻ്റെ ഭാര്യയാണോ? അതെ. പക്ഷെ അവൾക്ക് ഇദ്ദേഹത്തിനെ മനസ്സിലായില്ല. ഇസ്മാഹിൽ നബി അലൈഹിസ്സലാം എവിടെ പോയി? പുറത്തുപോയി. നിങ്ങളുടെ ജീവിതമൊക്കെ എങ്ങനെ പോകുന്നുണ്ടോ? സന്തോഷമാണോ? എന്ത് സന്തോഷം? ഒരു സന്തോഷവുമില്ല. പ്രയാസകരം നിറഞ്ഞ ജീവിതമാണ് നമ്മുടെ. കുറച്ചു നേരം അവരിങ്ങനെ സംഭാഷണം നടത്തി. കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ടുപോയി. പോവാൻ നേരത്ത് വൃദ്ധൻ പറഞ്ഞു: നിന്റെ ഭർത്താവ് വന്നാൽ എങ്ങനെ പറയണം? വീട്ടുപടി മാറ്റിവെക്കണം എന്ന്. വൃദ്ധൻ സ്ഥലം വിട്ടു. ഉമാർ നോക്കി നിന്നു. വൈകുന്നേരമായി. ഇസ്മാഹിൽ നബി അലൈഹിസ്സലാം വീട്ടിലേക്ക് വന്നു. കയറി വരുന്നേരം ഉമാര വൃദ്ധം വന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം കാര്യങ്ങൾ ബോധ്യമാക്കി. വന്നത് തൻ്റെ പിതാവാണ്. വീട്ടുപടി മാറ്റിവെക്കാൻ പറഞ്ഞതിൻ്റെ ഉള്ളാർത്ഥം പിടികിട്ടി. ഈ ഭാര്യയെ നിനക്ക് ചേർന്നവളല്ല, ഒഴിവാക്കണം. അതാണ് സൂചന. ഭർത്താവിൽ നിന്ന് ഭാര്യ വിവരമറിഞ്ഞു. ആ ദാമ്പത്യം അങ്ങനെ അവസാനിച്ചു. കാലങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടേ ഉണ്ടായിരുന്നു. മറ്റേ വിവാഹത്തിൻ്റെ കുറിച്ച് മനസ്സിലെവിടെയോ ഉണ്ട്. ഒരു വിവാഹമാകണം, കുട്ടികളാവണം, നമ്മുടെ സന്താന പരമ്പര നിലനിൽക്കണം. അതൊക്കെയാണ് അള്ളാഹുവിൻ്റെ പദ്ധതി. പിന്നീട് സൽഗുണനായ ഒരാൾ, അദ്ദേഹത്തിൻ്റെ മകൾ, അതേ ഉപ്പയുടെ സൽഗുണം പാരമ്പര്യമായി ലഭിച്ച മകൾ. ഉപ്പ മകൾക്ക് വിവാഹാലോചന നടത്തി. ഇസ്മാഹിൽ നബി അലൈഹിസ്സലാമിനോട് വിവാഹം ഉറപ്പിച്ചു. പുണ്യഭൂമിയിൽ വിവാഹം നടന്നു. ഇരുവരും അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി ജീവിച്ചു. അള്ളാഹുവിൻ്റെ കൽപ്പന നടപ്പിലാക്കാൻ വിരോധിച്ചില്ല. ഒഴിവാക്കുക, അതിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല. വിശുദ്ധ ജീവിതം റഹ്ലയുടെ ഇസ്മാഹിൽ നബി അലൈഹിസ്സലാംക്ക് ശരിയുള്ള ജീവിത പങ്കാളിയായി. ഒരു ദിവസം വൃദ്ധൻ വന്നു. റഹ്ല ബീവി ബഹുമാനപൂർവ്വം സ്വീകരിച്ചു. അവർ തമ്മിലുള്ള സംസാരം നടന്നു. നീ ഇസ്മാഹിലിൻ്റെ ഭാര്യയാണോ? അതെ. ഇസ്മായിൽ എവിടെ പോയി? പുറത്തുപോയി. നിങ്ങളുടെ ജീവിതം എങ്ങനെയൊക്കെയാണ്? അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ നമുക്ക് ബുദ്ധിമുട്ടുകളൊന്നുമില്ല. വളരെ
വളരെ സ്നേഹത്തോടാണ്, വളരെ സന്തോഷത്തോടാണ് ഞങ്ങൾ ജീവിച്ചു കഴിയുന്നത്. റഹ്ല ബീവി മറുപടി കൊടുത്തു, നിന്റെ ഭർത്താവ് വന്നാൽ എൻ്റെ സലാം പറയണം, വാതിൽപ്പടി ഉറപ്പിക്കണമെന്ന് പറയണം. അയാൾ മടങ്ങിപ്പോയി. വൈകുന്നേരം ഇസ്മായിൽ നബി അലൈഹിസ്സലാം മടങ്ങി വീട്ടിലെത്തി. വീട്ടിലേക്ക് ആരോ വന്നതിൻ്റെ അടയാളം. ഭാര്യയോട് ചോദിച്ചു, ഇവിടെ ആരെങ്കിലും വന്നോ? അതെ, വന്നിരുന്നു. വളരെ ബഹുമാന്യനായ ഒരാൾ. ആളുടെ രൂപങ്ങളൊക്കെ ഇങ്ങനെ വിവരിച്ചു കൊടുത്തു. വിവരണം കേട്ട് ഇസ്മായിൽ നബി അലൈഹിസ്സലാം പറഞ്ഞു, വന്നത് എൻ്റെ പിതാവായിരുന്നു. ഉപ്പ എന്ത് പറഞ്ഞിട്ടാണ് പോയത്? നിങ്ങൾ വരുമ്പോൾ സലാം പറയണം, വാതിൽപ്പടി ഉറപ്പിക്കാൻ പറയണം എന്ന് പറഞ്ഞു. ഇസ്മായിൽ നബി അലൈഹിസ്സലാം മനസ്സിൽ സന്തോഷം നിറഞ്ഞ് പിന്നീട് ഭാര്യനോട് കാര്യം പറഞ്ഞു. നിൻ്റെ ഭാര്യയെ നിലനിർത്താനാണ് വാപ്പ പറഞ്ഞത്. അത് കേട്ടപ്പോൾ റഹ്ല ബീവിക്ക് വല്ലാത്ത സന്തോഷം. ഇസ്മായിൽ നബി അലൈഹിസ്സലാം 20 വയസ്സായപ്പോഴാണ് ഹാജറ ബീവി റളിയല്ലാഹു അൻഹ വഫാത്തായത്. തനിക്ക് വേണ്ടി വേദനകൾ ധാരാളം സഹിച്ച ഹാജറ ബീവി റളിയല്ലാഹു അൻഹ ഉമ്മ പോയി കടുത്ത ദുഃഖത്തെ സഹിച്ചു പുണ്യഭവനത്തിൻ്റെ അടുത്ത് കഅബയിൽ അടുക്കപ്പെട്ടു. ഇസ്മായിൽ നബി അലൈഹിസ്സലാമിൻ്റെ മനസ്സിൽ ആവേശകരമായ ഓർമ്മയായി ഉമ്മ നിലനിന്നു. ഇൻഷാ അല്ലാഹ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിൻ്റെ ചരിത്ര അടുത്ത ഭാഗങ്ങളായി നമ്മൾ ചർച്ചിക്കാം. തൽക്കാലം എൻ്റെ വാക്ക് ഞാൻ നിൽക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.